അറിവിൻ്റെ സ്രോതസ്സുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോഴേ നമുക്ക് ജീവിത ആകുവാൻ സാധിക്കുകയുള്ളൂ. ആ ജീവിത മാതൃകകളാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ പ്രബോധനത്തിൻ്റെ രീതിയും രീതിശാസ്ത്രവും ശൈലിയുമൊക്കെ സമൂഹത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുക. ഇന്നിപ്പോൾ ഇസ്ലാം വിമർശിക്കപ്പെടുന്നുണ്ട്, സ്വാഭാവികമാണ്. ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ഇസ്ലാമിക മാതൃകകൾ ഇവിടെ ലോകത്തിന് സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമോഫോബിയ എന്ന പേരിൽ ഇസ്ലാമിനെ നിരന്തരമായി ആക്രമിക്കുന്ന ലോബികളുണ്ട്. അവരതിന് വിജയിക്കുന്നു. കാരണം യഥാർത്ഥ ഇസ്ലാമിക ജീവിത മാതൃക അവരുടെ മുമ്പിൽ നമുക്ക് വെച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. വിമർശിക്കുന്നവർക്ക് മുമ്പിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമുക്ക് കാഴ്ചവെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നവർക്ക് മുമ്പിൽ ഇസ്ലാം ഏറ്റവുമേറെ സ്വീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് നമ്മൾ പ്രസംഗിക്കും, നമ്മൾ എഴുതും, ഗ്രന്ഥങ്ങളുണ്ടാക്കും. പക്ഷെ അതുപോരാ. എഴുത്തും പ്രസംഗവും ഗ്രന്ഥവും ഒന്നും ഇല്ലാത്ത കാലത്ത് ജീവിത മാതൃകകളിലൂടെ പ്രബോധനം സൃഷ്ടിച്ച ചരിത്രവും പാരമ്പര്യമുള്ളവരുമാണ് നമ്മൾ. പക്ഷെ നമ്മളത് മറക്കുന്നു. നമ്മൾ ഗ്രന്ഥങ്ങളിൽ മാത്രം, എഴുത്തിൽ മാത്രം, പ്രഭാഷണങ്ങളിൽ മാത്രം അത് ഒതുക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രഭാഷണങ്ങളുടെ ഒരു അരങ്ങാണല്ലോ, അരങ്ങ് തകർക്കുകയാണ് പ്രഭാഷണങ്ങളുടെ. പക്ഷേ മാതൃകകളെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്നെ തന്നെ വിമർശിച്ചുകൊണ്ട് പറയുന്നു, ഇസ്ലാമിക ജീവിത മാതൃകകളായിട്ട് നമുക്കാർക്കും സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രബോധനവും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രഭാഷണങ്ങളും നമ്മുടെ സമ്മേളനങ്ങളും ഇഷ്ടമുള്ളവരെ പ്രശംസിക്കാനും ഇഷ്ടമില്ലാത്തവരെ വിമർശിക്കാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു. ഞാൻ ആരെയും പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണ്. ഇഷ്ടമുള്ളവരങ്ങനെ പ്രശംസിച്ച് ആകാശത്ത് കൊണ്ടുകൊണ്ടേ വെക്കും, ഇഷ്ടമില്ലാത്തതിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് ചവിട്ടി താത്താൻ ശ്രമിക്കും. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രബോധനം എന്ന് പറഞ്ഞാൽ അതായി മാറിയിരിക്കുന്നു. ഇതിൽ നമ്മളെ തന്നെ തിരുത്തേണ്ടതുണ്ട്. നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഈ ആത്മവഞ്ചന, പ്രബോധനത്തിൻ്റെ മാർഗത്തിലുള്ള ആത്മവഞ്ചന, നമ്മളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയങ്ങളും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ സമ്പത്തും പ്രബോധത്തിൻ്റെ പേരിലുള്ള ആത്മവഞ്ചനയിലേക്ക് നമ്മളിങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തിരുത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ അരങ്ങാടുന്നുണ്ടല്ലോ. ഒരു കാര്യം ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മളെല്ലാവരും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്നുള്ളതാണ്. അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അകലുന്നത് തർക്കുമ്പോഴും സമ്മേളനങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുമ്പോഴും സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഉണ്ട്, അത് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സമൂഹം നമ്മൾ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളത് മറന്നുപോവുകയാണ്. നമ്മളെല്ലാ ഓഡിറ്റിനും അതീതരാണെന്ന് ചിന്തിക്കുന്നു. പക്ഷെ സമൂഹം നമ്മെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട്. ആ സമൂഹത്തെ ഒരിക്കലും തന്നെ നമുക്ക് അവരെ കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോകുമ്പോൾ സമൂഹത്തിന് മുമ്പിൽ അത് അരോചകമായി തോന്നും. നമുക്ക് വിചാരിക്കും എല്ലാവർക്കും നമ്മളിങ്ങനെ അരങ്ങ് തകർക്കുമ്പോൾ എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്ന സമൂഹം പലപ്പോഴും അവർക്ക് ഇതൊക്കെ അരോചകമായിട്ടാണ് തോന്നുന്നത്. നമ്മളതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഉത്ബോധനങ്ങളും നമ്മുടെ വാദങ്ങളും പ്രതിവാദങ്ങളും ഇതൊക്കെ സമൂഹത്തിന് അരോചകമായി തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല വേണ്ടത്. സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മുടെ പ്രബോധനം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ വാദങ്ങൾ, നമ്മുടെ പ്രതിവാദങ്ങൾ സമൂഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതിന് കാരണം അത് അപ്പോൾ സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊക്കെ സത്യസന്ധമാകുമ്പോഴാണ് സമൂഹത്തിനത് സ്വീകാര്യമാകുന്നത്.
അതിന് വിപരീതമാകുമ്പോൾ സമൂഹത്തിനത് അരോചകമാകും. അത് നമ്മളോട് ചെയ്യുന്ന വഞ്ചനയാണ്, ആത്മവഞ്ചനയാണ്, സമൂഹത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. ബോധത്തിൻ്റെ പേരിൽ, പ്രബോധനത്തിൻ്റെ പേരിൽ ആ വഞ്ചനയ്ക്ക് നമ്മൾ നിന്ന് കൊടുക്കരുത്. തിരുത്താൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ സച്ചരിതരായ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്ന ജീവിത മാതൃകയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിൻ്റെ ജീവിത മാതൃകകളായി മാറുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണം.